സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, നമ്മുടെ നരേന്ദ്രമോദി ഇസ്രായേലിൽ, അതായത് ലോകം വെറുക്കുന്ന രാജ്യവും ലോകം വെറുക്കുന്ന നേതാക്കന്മാരും ഭരണാധികാരികളുമുള്ള ഒരു രാജ്യത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രിമാരോ പ്രസിഡന്റുമാരോ ആരും പോയിട്ടില്ലാത്ത ഒരു രാജ്യമാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്. എത്രയെങ്കിലും വർഷങ്ങൾ ഇന്ത്യൻ പാസ്പോർട്ടിൽ ഓൾ കൺട്രീസ് എക്സെപ്റ്റ് സൗത്ത് ആഫ്രിക്ക ആൻഡ് ഇസ്രായേൽ എന്നായിരുന്നു. അപ്പോൾ സൗത്ത് ആഫ്രിക്കയിൽ ഭരണം മാറ്റം വന്നതോടുകൂടി അവിടെയുള്ള ജനങ്ങൾക്ക് അവിടെയുള്ള അധികാരം കൈമാറിയതോടുകൂടി, വെള്ളക്കാർ കൈമാറിയതോടുകൂടി സൗത്ത് ആഫ്രിക്കയെ ഒഴിവാക്കി വെറും ആൾ കൺട്രീസ് എക്സെപ്റ്റ് ഇസ്രായേൽ എന്നായിരുന്നു നമ്മുടെ പാസ്പോർട്ടിൽ എഴുതിയിരുന്നത്. എന്തായാലും സംഘപരിവാർ, BJP, RSS ശക്തികൾ ഇന്ത്യ മഹാരാജ്യം ഭരിക്കാൻ എന്ന് തുടങ്ങിയോ അന്ന് തൊട്ട് ഈ യഹൂദന്മാര് ഇവരുടെ സുഹൃത്തുക്കളായി. കാരണം വംശഹത്യ എന്ന് പറയുന്നതും മനുഷ്യഹത്യ എന്ന് പറയുന്നതും മനുഷ്യരെ കൊന്നെടുക്കുന്നതും ഒരു വിനോദമായി കൊണ്ട് നടക്കുന്നവരാണ് RSS സംഘപരിവാർ ശക്തികൾ. അതുപോലെ തന്നെയാണ് യഹൂദന്മാരും. ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ അങ്ങനെ തന്നെയാണ്. അവർ കൂട്ടക്കൊല ചെയ്യുന്നു ഫലസ്തീനികളെ. അവരുടെ രാജ്യത്ത് അതിക്രമിച്ച് കയറി അവിടെ കൊണ്ടുനിന്ന് ബ്രിട്ടൻ കുടിയിരുത്തി ഇസ്രയേലുകൾ. ശരി, കുടിയിരുത്തി, അവർ കഴിഞ്ഞു പോട്ടെ എന്ന് വിചാരിച്ചു. പക്ഷേ എന്നിട്ട് അവരുടെ പ്രദേശം അവർ കയ്യേറി അവസാനം അവരവിടുത്തെ വിദേശികളും യഹൂദന്മാര് അവിടുത്തെ സ്വദേശികളുമാകുന്ന ചരിത്രമാണ് നമ്മൾ കണ്ടത്. അപ്പോ അങ്ങനെയുള്ള രാജ്യത്ത് പോയിട്ട് മോഡി പറയുകയാണ്, 140 കോടി ജനങ്ങളുള്ള ഇന്ത്യ നിങ്ങളുടെ കൂടെ ഒപ്പമാണ്, എന്ത് വേണമെങ്കിലും ചെയ്തോളാൻ. അപ്പോ പിറ്റേന്ന് തന്നെ യുദ്ധം ആരംഭിച്ചു. എങ്ങനെ? ആദ്യം ഒരു സ്കൂളിൽ പെൺകുട്ടികൾ പഠിക്കുന്ന പറക്കമുറ്റാത്ത പെൺകുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ ബോംബിട്ട് 60ഓളം പേര് കുട്ടികൾ മരിച്ചു. 100 പേരോളം പരിക്ക് പറ്റി ഹോസ്പിറ്റലിൽ. അപ്പൊ അങ്ങനെ ചെയ്യുന്നവരെ താലോലിക്കുകയും അവരെ പുകഴ്ത്തുകയും അവർ ഭീകര രാഷ്ട്രമല്ല, അവരുടെ നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടമാണെന്ന് പറയുകയും ചെയ്യുന്ന നരേന്ദ്രമോദിയെ പോലുള്ള അധമന്മാര് ഭരിക്കുന്ന ഇന്ത്യ മഹാരാജ്യത്ത് ജീവിക്കാനും ഇന്ത്യക്കാരനെന്ന് പറയാനും നാണക്കേടുണ്ട് ഞങ്ങൾക്ക്. കാരണം ഇന്ത്യ എന്ന് പറയുന്ന മഹത്തായ പാരമ്പര്യമുള്ള ഒരു രാജ്യമാണ്. ഒരു ചേരിയിലും ചേരാതെ, ഒരു പക്ഷത്തും ചേരാതെ സത്യത്തിനും ധർമ്മത്തിനും നീതിക്കും വേണ്ടി ഒരു ചരിത്രമാണ്, അങ്ങനെ നിലകൊണ്ട ഒരു ചരിത്രമാണ് ഇന്ത്യക്കുള്ളത്. അതിനെയെല്ലാം കളഞ്ഞു കുളിച്ച് ലോകത്തിലെ തെമ്മാടി രാഷ്ട്രമായ ഭീകര രാഷ്ട്രമായ ഇസ്രയേലിനൊപ്പം ചേരുക എന്ന് പറയുന്നത് യാതൊരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്നില്ല. ഇതിനൊക്കെ മറുപടി പറയേണ്ടി വരും നരേന്ദ്രമോദി. അപ്പോ ഇന്ത്യ എന്ന് പറയുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, സോവിയറ്റ് യൂണിയന്റെ കോസിഗിൻ, ബ്രിട്ടന്റെ വിൻസ്റ്റൺ ചർച്ചിൽ, ഈജിപ്തിന്റെ ഗമാൽ അബ്ദൽ നാസർ, ഇവർ 4 പേരുമാണ് ലോക നേതാക്കളായി അറിയപ്പെട്ടിരുന്നത്. അപ്പൊ ലോക നേതാക്കളായി അറിയപ്പെട്ടിരുന്ന 4 പേരിൽ ഒരാള് ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്നു. നമ്മളിത് മനസ്സിലാക്കണം. എവിടെ യുദ്ധം ഉണ്ടാവാനും അനുവദിക്കില്ലായിരുന്നു അവര്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് തന്നെ വിൻസ്റ്റൺ ചർച്ചില് ബ്രിട്ടനില് പ്രൈം മിനിസ്റ്ററായി വന്നപ്പോഴാണ്. അപ്പോ ആരെ അടിമയാക്കി വെക്കരുത്, ആരുടെയും രാജ്യം പിടിച്ചെടുക്കരുത്, അവിടെ ഭരണം സ്ഥാപിക്കാനായിട്ട് ശ്രമിക്കരുത് എന്നുള്ള സന്ദേശമാണ് വിൻസ്റ്റൺ ചർച്ചിൽ കൊടുത്തത്. അങ്ങനെയുള്ള നേതാക്കന്മാരുണ്ടായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അപ്പോൾ അവർ എവിടെയും യുദ്ധം ഉണ്ടാക്കാനോ യുദ്ധമുള്ളതിനെ ന്യായീകരിക്കാനോ ആരെങ്കിലും പക്ഷത്ത് ചേർന്ന് മറ്റുള്ളവരെ തോൽപ്പിക്കാനോ ഇന്ത്യയിലെ നേതാക്കന്മാര്, ഇന്ത്യയിലെ ഭരണാധികാരികൾ ശ്രമിച്ചിട്ടില്ല. അപ്പൊ ആ ചരിത്രമൊക്കെ തിരുത്തി മറിക്കുകയാണ് ഇപ്പോൾ ഈ നരേന്ദ്രമോദി ചെയ്യുന്നത്. അപ്പോ ഒരു യുദ്ധം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അവിടെ പോയി നമ്മൾ ചർച്ചയ്ക്ക് പോയാൽ ശരിയാണ്. ജനങ്ങളെല്ലാം വിചാരിച്ചു നരേന്ദ്രമോദി പോയി. നരേന്ദ്രമോദിയുടെ ഏറ്റവും വലിയ ദോസ്താണ് നെതന്യാഹു എന്ന് പറയുന്ന ഇസ്രായേൽ പ്രധാനമന്ത്രി. ലോകം കണ്ട ഭീകരനാണ്. അവന് എത്ര രക്തദാഹിയാണവൻ, രക്തദാഹിയാണ്. ഈ തെണ്ടിപ്പൊട്ടി യവന്റെയൊക്കെ മരണമെന്ന് പറയുന്നത് നമ്മൾ ജീവിച്ചിരിക്കുകയാണെങ്കിൽ നമ്മൾ കണ്ടോളി. വളരെയധികം ബുദ്ധിമുട്ടിയ മരിക്കുള്ളവനെല്ലാം. അതായത് ട്രംപ് ആയിരുന്നാലും ശരി, നെതന്യാഹു ആയിരുന്നാലും ശരി, ഇപ്പോ കൂട്ടു നിൽക്കുന്ന നരേന്ദ്രമോദി ആയിരുന്നാലും ശരി, നമുക്ക് കാത്തിരുന്ന് കാണാം. ഇവരുടെ മരണം വളരെയധികം പരിതാപകരമായിരിക്കുമെന്നാണ്. അതായത് പടച്ച തമ്പുരാൻ
നമ്മളെ സൃഷ്ടിച്ച സൃഷ്ടാവ് ഇതെല്ലാം കാണുന്നില്ലേ? ഈ ദുനിയാവിലും ഈ ലോകത്തും ശിക്ഷ കൊടുക്കും, നാളെ പരലോകത്തും ശിക്ഷ കൊടുക്കും ഇങ്ങനെയുള്ള ആളുകൾക്ക്. അതായത് പിഞ്ചു കുട്ടികളെ കൊന്നുകൂട്ടുന്നവരെ ന്യായീകരിക്കുന്ന, അവരുടെ നിലനിൽപ്പിന് വേണ്ടിയാണ് കൊല്ലുന്നതെന്ന്. എന്ത് നിലനിൽപ്പാണ്? കേരളത്തിൽ ഒരു ചാനലുണ്ട്, മറുനാടൻ, ഷാജൻസ്കറിയ. അവൻ പറയില്ലേ, അവനൊക്കെ എന്ന് പറയുന്നത് യഹൂദന്മാരെ പണവും പറ്റിക്കൊണ്ട് വന്നിരിക്കുകയാണ്. അവനൊക്കെ അവിടെ പിന്നെ അവര് ആവശ്യം പോലെ ഫണ്ടുകൾ കൊടുക്കും, ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും കൊടുക്കും. നിങ്ങൾക്കറിയാമല്ലോ, ഭീകരന്മാരെ സൃഷ്ടിക്കുന്നത് ആരാണ്? യഹൂദന്മാരും ഈ പിന്നെ അമേരിക്കയാണ് ഭീകരന്മാരെ സൃഷ്ടിക്കുന്നത്. എന്നിട്ട് ആ ഭീകരന്മാര് തന്നെ ഒരു സമയത്ത് അമേരിക്കയ്ക്കും ഇസ്രയേലിനും എതിരാവുന്നു. എന്തുകൊണ്ട് എതിരാവുന്നു? കാരണം അവർ ചെയ്യുന്നത് ശരിയല്ല എന്നവരൊരു ബോധം ഉണ്ടാവുന്നു. പടച്ചതമ്പുരാന്റെ മനസ്സിൽ പിന്നെ ഇങ്ങനെ തോന്നിച്ചു കൊടുക്കുകയാണ്, അവര് ശരിയല്ല, അവർ നമ്മളെ ഉപയോഗിക്കുകയാണ് എന്നവർ മനസ്സിലാക്കുമ്പോഴാണ് അവർ അവർക്കെതിരെ തിരിയുന്നു. പിന്നെ അവർ ഭീകരന്മാരാവും. നിങ്ങൾക്കറിയാം, ഉസാമ ബിൻ ലാദൻ ആരാണ് പിന്നെ അഫ്ഗാനിസ്ഥാനിലേക്ക് അൽ ഖായിദ എന്ന് പറയുന്ന ഒരു പിന്നെ സംഘടന ഉണ്ടാക്കി വിട്ടതാരാണ്? അമേരിക്കയും യഹൂദന്മാരും കൂടെ ചേർന്നാണ്. പണം കൊടുത്തും ആയുധം കൊടുത്തും എല്ലാം ചെയ്തവരാണ്. അവസാനം അഫ്ഗാനിസ്ഥാനിൽ പോയി സോവിയറ്റ് യൂണിയനെ ഓടിച്ച് കുറച്ചു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാവുന്നത് അമേരിക്കയും യഹൂദന്മാരുമാണ് യഥാർത്ഥത്തിൽ സാധാരണ മനുഷ്യന്മാരുടെ ശത്രു. അതോടുകൂടി അവർ അമേരിക്കയ്ക്കും യഹൂദന്മാർക്കും എതിരായതോടുകൂടി അവർ ഭീകരന്മാരായി. അപ്പോൾ അവരെ അങ്ങനെ കൊല്ലും. അപ്പൊ അങ്ങനെയാണ് ചരിത്രം. അമേരിക്കയുടെയും യഹൂദന്മാരുടെയും ചരിത്രം അതാണ്. അൽ ഖായിദ ആയിരുന്നാലും ശരി, ICS ആയിരുന്നാലും ശരി, ഏതായിരുന്നാലും ശരി, ഹമാസ് എന്ന് പറയുന്ന അവരുടെ സൃഷ്ടിയല്ല. അത് മാത്രമാണ് അവരുടെ സൃഷ്ടിയല്ലാത്ത. അവരുടേതായ സ്വാതന്ത്ര്യത്തിന് വേണ്ടി, അവരുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യത്തിന് വേണ്ടി പടവരുന്ന ഒരു സംഘടനയാണ്. ഇന്ത്യയിൽ അതേപോലെ പിന്നെ സുഭാഷ് ചന്ദ്രബോസ് ഉണ്ടാക്കിയില്ലേ, ഇന്ത്യൻ നാഷണൽ ആർമി ഉണ്ടാക്കി ഇന്ത്യക്ക് വേണ്ടി പോരാടി, എല്ലാ സ്ഥലത്തും പോയി പോരാടി. അപ്പോൾ അങ്ങനെ ദേശസ്നേഹികളുടെ, അവരുടെ രാജ്യത്തെ സ്നേഹിക്കുന്ന, നമ്മളിപ്പോ ഇന്ത്യക്കാർ ആരെങ്കിലും ആക്രമിക്കാമെന്ന് നമ്മൾ മരിക്കാൻ തയ്യാറാണല്ലോ. ഈ RSSകാരും സംഘപരിവാറുകാരും പിന്നെ കക്കി നിക്കറിട്ട് നടക്കുന്നതല്ലാതെ അവനൊക്കെ സമയം പരമം പോവില്ലേന്. വിദേശികളെ കൂടെ പണ്ട് നമ്മൾ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയപ്പോൾ, നമ്മുടെ പിതാമഹന്മാർ പോരാടിയപ്പോൾ അവരെന്താണ് ചെയ്തത്? ഇംഗ്ലീഷുകാരോടെ ചേരുകയാണ് ചെയ്തത്. ഇംഗ്ലീഷുകാരോട് ചേരുകയാണ് ചെയ്തത്. അതുപോലെ തന്നെയാണ് ഇപ്പൊ അമേരിക്കയായിട്ട് യഹൂദന്മാരുമായിട്ട് ചേരുന്നത്. ഭയന്നിട്ടാണ്. ഇവരെല്ലാം ഭയമുള്ളവരാണ്. പേടിച്ചു തൂറികളാണെന്ന് പണ്ട് കുട്ടികളെ നമ്മളൊക്കെ പറയുമായിരുന്നു. അതാണ് ഇവര് ഭയം കൊണ്ട്, അതായത് ഇവർക്ക് യാതൊരു ധൈര്യമില്ലാത്തവന്മാരാണ്. ഓടാന്ന് പറഞ്ഞാൽ അപ്പോഴേ ഓടും. എടപ്പാൾ ഓട്ടം ഇവിടെ കണ്ടതാണ് നമ്മൾ കേരളത്തില്. അപ്പൊ ഈ RSSന്റെ ഇതെന്ന് പറയുന്ന അത്രയേ ഉള്ളൂ. ഇവരൊന്നും ആരുമായിട്ട്, ഇപ്പൊ ചൈന നമ്മുടെ എത്രയെങ്കിലും ആയിരക്കണക്കിന് ഏക്കർ സ്ഥലം പിടിച്ചു വെച്ചിട്ടുണ്ട്. ഇന്ന് വരെ ചൈനയ്ക്കെതിരെ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റുന്നുണ്ട്? RSSകാർ വലിയ വീമ്പിളക്കുമല്ല, രാജ്യസ്നേഹികളാണ്, ദേശസ്നേഹികളാണ്. എന്തങ്ങോട്ട് നിക്കർ വിട്ടുണ്ട് പോകാത്തത്? ആയുധം എടുത്ത് പോകാത്ത? നിങ്ങൾക്ക് ആയുധം ആവശ്യം പോലെ തരുമല്ലോ വേണമെങ്കിൽ മോഡിയും പിന്നെ ഭരണത്തിൽ ഇരിക്കുന്നവരും തരില്ല. നിങ്ങൾക്ക് പോയി യുദ്ധം ചെയ്ത് സ്ഥലം പിടിക്കാൻ ഒക്കൂല്ല. നിങ്ങളെ കൊണ്ട് അതിന് കഴിയില്ല. അതേസമയം സാധാരണക്കാരനായ ഇന്ത്യക്കാരന് നീല ആയുധം കൊടു, പിടിച്ചെടുക്കും. യാതൊരു കാരണവശാലും നമുക്ക് ഭയമില്ല. നമ്മുടെ രാജ്യത്തിന് വേണ്ടി ജീവൻ വെളിയേൽപ്പിച്ചാൽ ഞങ്ങൾ സ്വർഗത്ത് പോകുമെന്ന് വിശ്വസിക്കുന്നവരാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ, അല്ലെങ്കിൽ ലോകത്തിലുള്ള മുസ്ലിങ്ങൾ. മരണമെന്ന് പറയുന്നത് ആരും കാലാകാലം ജീവിച്ചിരിക്കില്ല, മരിച്ചാലേ ഒക്കുള്ളൂ. അത് ട്രംപ് ആയാലും നെതന്യാഹുലും മോഡി ആയിരുന്നാലും ഇനി അവന്റെയൊക്കെ തന്തമാരായിരുന്നാലും ശരി, മരണമെന്ന് പറയുന്നത് സുനിശ്ചിതമാണ്. അത് ഇന്ന് നാളെ മറ്റന്നാ. നല്ല ആരോഗ്യത്തിൽ ഇരിക്കുമ്പോൾ മരിക്കുന്നത് തന്നെയാണ് നല്ലത്. വെറുതെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി നടക്കാൻ വയ്യാതെ എണീക്കാൻ വയ്യാതെ നടന്ന് അങ്ങനെ ആ ഒരു കാലഘട്ടത്തിൽ മരിക്കുന്നതെന്നല്ല, നല്ലപോലെ ഇരിക്കുമ്പോൾ മരിക്കണം. അത് നല്ലൊരു കാര്യത്തിന് വേണ്ടി, രാജ്യത്തിന് വേണ്ടി മരിക്കുക. സ്ത്രീയുടെ ചാരിത്രത്തിന് വേണ്ടി, അവളുടെ ചാരിത്രം സംരക്ഷിക്കാൻ വേണ്ടി മരിക്കുക. അതൊക്കെയാണെന്ന് പറയുന്നത്. അതാണ് വീരമൃത്യു എന്ന് പറയുന്നത്. അങ്ങനെയുള്ള മരണമാണ് സാധാരണക്കാരായ ഇന്ത്യക്കാരനായിരുന്നാലും ഒരു മുസ്ലിമും ആഗ്രഹിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള മരണത്തെ സ്വാഗതം ചെയ്യുന്നവരാണ് മുസ്ലിങ്ങൾ. അപ്പൊ എന്തായാലും ശരി, ഞാൻ പറഞ്ഞു വരുന്ന അതല്ല, ലോകത്ത് സമാധാനം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇന്ത്യൻ ഭരണകർത്താക്കൾ എപ്പോഴും ശ്രമിച്ചിട്ടുള്ളത്. അതിന് വിപരീതമാണ് മോഡിയെ പിന്നെ പ്രതിനിധാനം ചെയ്യുന്ന RSS സംഘപരിവാർ ശക്തികളും. നമ്മുടെ ഗാന്ധിയെ, അതായത് ഇന്ത്യയുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജിയെ വെടിവെച്ചു കൊന്ന നാഥുറായും ഗോഡ്സെ പുകഴ്ത്തുന്ന ചെറ്റത്തരം കാണിക്കുന്നവരാണ് RSS സംഘപരിവാർ ശക്തികൾ. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഇവര് കാണിക്കുന്ന തെമ്മാടിത്തരങ്ങൾക്ക് ഇന്ത്യൻ ജനത അവരെ കോടൊപ്പമില്ല.
140 കോടി ജനങ്ങള് ഇസ്രയേലിനൊപ്പമാണ് നിൽക്കുന്നത്? അല്ല, ഒരു കാരണവശാലും അല്ല. നിരായുധനായ പാവപ്പെട്ട ജനങ്ങളെ കൂട്ടക്കൊല ചെയ്ത് കൊന്നൊടുക്കി അവരെ അംഗഭംഗം വരുത്തി കാലാകാലം ജീവിപ്പിക്കുന്ന, മരണം വരെ ജീവിക്കാൻ അവർ പിന്നെ വിധിക്കപ്പെട്ടവരായി മാറുന്ന ആ ഫലസ്തീൻ കുട്ടികളെയും അവിടെയുള്ള തള്ളമാരെയും, ഭർത്താവില്ലാത്ത തള്ളമാരെയും, ഭാര്യമാരില്ലാത്ത ഭർത്താക്കന്മാരെയും, മക്കള് അംഗഭംഗം വന്ന മക്കളെയും കണ്ട് ജീവിക്കുന്ന ഈ മനുഷ്യരായിട്ടുള്ളവർ ആരെങ്കിലും അവരുടെ കണ്ണിൽ നിന്ന് ഈ കണ്ണുനീർ വരാതിരിക്കുമോ? എത്ര കഷ്ടപ്പാടാണ്, എത്ര ബുദ്ധിമുട്ടാണ് ഓരോരുത്തർ യുദ്ധം കൊണ്ടുണ്ടാക്കുന്നത്. അപ്പൊ ഈ പിന്നെ ട്രംപ് ആയിരുന്നാലും ശരി, നെതന്യാഹു ആയിരുന്നാലും ശരി, യുദ്ധം കൊണ്ട് നിങ്ങളൊന്നും നേടുന്നില്ല, ഒന്നും നേടില്ല. നഷ്ടമേ ഉണ്ടാവുള്ളൂ മനുഷ്യന്മാർക്ക്. ഇപ്പൊ പറയുന്ന ഇസ്രയേലിന്റെ നിലനിൽപ്പിന് വേണ്ടിയാണ് അവർ ഇറാനെ ആക്രമിച്ചതെന്ന്. എന്ത് നിലനിൽപ്പ്? ഇറാൻ ആരെയെങ്കിലും, ഇറാന്റെ ചരിത്രം എടുത്ത് പരിശോധിക്കും നിങ്ങൾ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു മുസ്ലിം രാജ്യത്തിന്റെ ചരിത്രം എടുത്ത് പരിശോധിക്കുക. ആരെങ്കിലും ഏതെങ്കിലും ഒരു രാജ്യം മറ്റുള്ള രാജ്യത്തെ ആക്രമിച്ച ചരിത്രമുണ്ട്? ഇല്ല. ഇറാൻ ആരെയും ആക്രമിക്കാൻ പോയിട്ടില്ല ഇന്ന് വരെ. അതിപ്പോ ഷിയയുടെ ഭരണകാലത്തായിരുന്നാലും ശരി, നേരത്തെ പിന്നെ ഷായുടെ ഭരണകാലത്തായിരുന്നാലും ശരി, അവരൊന്നും ആരെയും ഇന്ത്യ ആരെയെങ്കിലും ആക്രമിക്കാൻ പോയിട്ടുണ്ടോ? ഇന്ത്യ ആരെയും ആക്രമിക്കാൻ പോയിട്ടില്ല. അത് തന്നെയാണ് നമ്മുടെ പിന്നെ ചരിത്രം എന്ന് പറയുന്നത്. അങ്ങനെ തന്നെയാണ് വേണ്ടത്. അതേ അമേരിക്ക എന്ന് പറയുന്നത് നിങ്ങൾ ചരിത്രം എടുത്ത് പരിശോധിക്കുക. വിയറ്റ്നാമിൽ പോയി, ഇറാഖിൽ പോയി, സിറിയയിൽ പോയി, എല്ലാ സ്ഥലത്തും പോയി, കംബോഡിയയിൽ പോയി, എല്ലാ സ്ഥലത്തും പോയി ആളുടെ കൂട്ടത്തിൽ, അഫ്ഗാനിസ്ഥാനിൽ പോയി, എല്ലാ സ്ഥലത്തും പോയി ആളുടെ കൂട്ടക്കൊല ചെയ്യാണ് ചെയ്യുന്നത്. ഇതൊക്കെ എന്ന് പറഞ്ഞ് എങ്ങനെ ന്യായീകരിക്കാനൊക്കും? ബുഷ് ആയിരുന്നാലും ശരി, പിന്നെ വേറെ ഭരണാധികാരികളായിരുന്നാലും ശരി, ഇപ്പൊ ലേറ്റസ്റ്റ് ട്രംപ് ആയിരുന്നാലും ശരി, മറ്റേ നേരത്തെ ട്രംപിന് മുമ്പുണ്ടായിരുന്ന ജോ ബൈഡൻ ആയിരുന്നാലും ശരി, ഇവരെല്ലാം, ഒബാമയായിരുന്നാലും ശരി, ആക്രമണകാരികളാണ്. അവർ അക്രമകാരികളാണ്. ലോകത്ത് ഇവരെ പോലുള്ള തെമ്മാടി രാഷ്ട്രങ്ങൾ വേറെ ഉണ്ടായിട്ടില്ല. അതായത് ഇസ്രയേലിനും അമേരിക്കയും പോലുള്ള തെമ്മാടി രാഷ്ട്രങ്ങൾ ഉണ്ടായിട്ടില്ല. ഇപ്പൊ ഞങ്ങളെല്ലാം ഗൾഫിൽ വസിക്കുന്നവരാണ്, ഗൾഫിൽ ജീവിക്കുന്നവരാണ്. നമ്മൾ എന്തിനാണ് ഇവിടെ വന്ന് കിടക്കുന്നത്? നമ്മുടെ രാജ്യത്ത് എല്ലാ സൗകര്യങ്ങളും ഉണ്ടെങ്കിൽ നമ്മൾ ഈ വിദേശത്ത് പോയി ജോലി ചെയ്ത് ജീവിക്കേണ്ട കാര്യമുണ്ടോ? ഇപ്പോ അതിന്റെ പ്രതിഫലനം എന്നോളം ഇവിടെ ഗൾഫ് രാജ്യങ്ങൾ ആക്രമിക്കപ്പെടുന്നു. ഗൾഫ് രാജ്യങ്ങൾ, അപ്പൊ ഇറാന്റെ ന്യായം എന്ന് പറയുന്നത് അത് അമേരിക്കൻ താല്പര്യങ്ങളെയാണ് നമ്മൾ പിന്നെ ആക്രമിക്കുന്നതെന്നാണ്. എന്തു പറഞ്ഞാലും അത് അവർക്ക് അവരുടേതായ ന്യായം, പക്ഷെ നമുക്ക് നമ്മുടേതായ ന്യായമുണ്ട്. നമ്മൾ ജീവിക്കാൻ വേണ്ടി ഇവിടെ വന്ന് കിടക്കുന്നതാണ്. നമ്മളെ രാജ്യത്തിന് ഗതിയില്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഇവിടെ വന്ന് കിടന്ന് ജോലി ചെയ്യുന്നത്. അപ്പോ ഈ രാജ്യത്തിന് വേണ്ടിയായിരുന്നാലും ശരി, ഈ രാജ്യത്ത് സൗദി അറേബ്യക്ക് പ്രത്യേകമായി എന്ന് പറയുന്നത്, നമ്മൾ ജീവൻ ബലിയർപ്പിക്കാൻ തയ്യാറാണ് സൗദി അറേബ്യക്ക്. ആരെന്ത് യുദ്ധത്തിന് വന്നാലും ശരി, അത് ഇന്ത്യ വന്നാലും ശരി, പാകിസ്ഥാൻ വന്നാലും ശരി, ഇസ്രയേൽ വന്നാലും ശരി, അമേരിക്ക വന്നാലും ശരി, സൗദി അറേബ്യക്ക് വേണ്ടി ഞങ്ങൾ ജീവൻ ബലിയർപ്പിക്കും. അതാണ് ഞങ്ങൾ പഠിച്ചിട്ടുള്ള പാഠം. ഈ നാട്ടിൽ വന്ന് നമ്മൾ ജോലി ചെയ്ത് ആഹാരം കഴിക്കുന്നു, ഞങ്ങളുടെ പിന്നെ കുടുംബത്തിന് നമ്മൾ പുലർത്തുന്നു. അപ്പൊ അങ്ങനെയുള്ള ഒരു രാജ്യത്തിന് ഭീഷണി ഏത് ഭാഗത്ത് നിന്ന് വന്നാലും നമ്മൾ ജീവൻ അർപ്പിക്കാൻ തയ്യാറാണ്. അതിനൊന്നും ഞങ്ങൾ പിന്നോട്ട് പോകുന്ന പ്രശ്നമേ ഇല്ല. ഏത് പ്രശ്നങ്ങളും നേരിടാൻ ഞങ്ങൾ തയ്യാറാണ്. ജീവൻ എന്ന് പറയുന്ന, മരണം എന്ന് പറയുന്ന ഒരു പ്രാവശ്യം ഉണ്ടാവുള്ളൂ. അത് പിന്നെ മരിക്കുമ്പോൾ അന്തസ്സായിട്ട് അഭിമാനത്തോടെ തന്നെ മരിക്കണം. വീരമൃത്യു വരിക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. എന്തായാലും ശരി, ഇപ്പൊ കാട്ടിക്കൂട്ടുന്ന മോഡിയും പിന്നെ ബാക്കിയുള്ള ഈ സംഘപരിവാർ ശക്തികൾ സപ്പോർട്ട് ചെയ്ത് ഈ ഇസ്രയേലിനെ അമേരിക്കയെ സപ്പോർട്ട് ചെയ്യുന്ന ഈ രീതിയോട് യാതൊരു കാരണവശാലും ശരിയായ ഒരു ഇന്ത്യക്കാരന് യാതൊരു കാരണവശാലും അനുകൂലിക്കാൻ കഴിയില്ല. ഇതിനെതിരെ അതായത് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും എന്താ പ്രകടനങ്ങളും മറ്റതും മറിച്ചതും ഒക്കെ നടക്കുന്നുണ്ട്. ഇതൊന്നും സാമ്രാജ്യത്വ ശക്തികളാണ് അവരെന്ന് പറയുന്ന വംശീയ വെറിയന്മാരാണ്. അതിന് വംശീയ വെറിയന്മാരുടെ വേറൊരു രൂപമാണ് ഇന്ത്യയിലെ RSS സംഘപരിവാർ ശക്തികൾ എന്ന് പറയുന്നത്. അവർക്ക് ഇഷ്ടമില്ലാത്തവരെ അവർ കൊല്ലും, അവർക്ക് ഇഷ്ടമില്ലാത്തവരെ അവരെ എന്തും ചെയ്യും, നശിപ്പിക്കും. അത് തന്നെയാണ് പിന്നെ ഈ ഇസ്രയേലും അമേരിക്കയും ചെയ്യുന്നതും. എന്തായാലും ശരി, ഒന്നുകിൽ അവരുടെ പക്ഷത്ത് ചേരുക, അവരുടെ താല്പര്യം അനുസരിച്ച് ജീവിക്കുക, അവർ പറയുന്ന അനുസരിച്ച് ഭരിക്കുക, അവരുടെ രീതി അനുസരിച്ച് വിദേശ നയം രൂപപ്പെടുത്തുക. ഇപ്പൊ നമ്മുടെ മോഡി പോയിട്ട് ട്രംപ് പറഞ്ഞ് ഒപ്പിടാൻ പറഞ്ഞ് 50,000 കോടി ഡോളറിന്റെ 48-49 ലക്ഷം കോടിയുടെ ഇതിൽ ഒപ്പിടാൻ പറഞ്ഞ് കരാറിൽ ഒപ്പിട്ട് വന്ന്, എന്നിട്ട് ഇപ്പൊ ഇസ്രയേലിൽ പോയി അവിടെയും പോയി കരാർ ഒപ്പിട്ട് വന്നു. ഇതൊന്നും നമുക്ക് പുറത്തറിയാൻ ഒക്കില്ല എന്തൊക്കെയാണ് ഈ അവർ കാട്ടുകൂട്ടുന്നത്. എന്തായാലും ശരി, യാതൊരു കാരണവശാലും ഒരു രാജ്യസ്നേഹിക്ക് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് മോഡി ചെയ്യുന്നത്. മോഡി ഇതിന് മരണത്തിന് മുമ്പ് സമാധാനം പറയേണ്ടി വരും. അതിൽ നിന്ന് മോഡിയെ രക്ഷപ്പെടുത്താൻ ആർക്കും കഴിയുകയില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. മോഡിയെ പോലുള്ള പമ്പര വിഡ്ഢികളായ, വിദ്യാഭ്യാസമില്ലാത്ത, വിവരമില്ലാത്ത, ഈ വിഡ്ഢിച്ചിരിയിരിക്കുന്ന ഇങ്ങനെയുള്ള യാതൊരു
പ്രധാനമന്ത്രിയാവാൻ യാതൊരു യോഗ്യതയുമില്ലാത്ത ഒരു മനുഷ്യന് ഇങ്ങനെയുള്ള പ്രധാനമന്ത്രി കസേരയിൽ കയറ്റിയിരുത്തിയ ജനങ്ങൾ വിഡ്ഢികളാണ്. കാരണം കേരളം അതിന് പിന്നെ ഇതാണ്, കേരളം യാതൊരു കാരണവശാലും ഒരു പാർലമെന്റ് മെമ്പറെ പോലും തെരഞ്ഞെടുത്തില്ല. പക്ഷെ കഴിഞ്ഞതിന് അവിടെ കൃത്രിമം കാണിച്ച് സുരേഷ് ഗോപി ജയിച്ചതാണ്, അല്ലെങ്കിൽ അവിടെ ജയിക്കുകയില്ല തൃശ്ശൂർ. എന്തായാലും ശരി, നമുക്ക് കാത്തിരുന്ന് കാണാം. ഇനിയെങ്കിലും ഇങ്ങനെയുള്ള ബുദ്ധിയും വിവരവും ഇല്ലാത്ത, വിദ്യാഭ്യാസമില്ലാത്ത, ശൂന്യരായ ഇങ്ങനെയുള്ളവരെ യാതൊരു കാരണവശാലും പൊതുജനങ്ങൾ, അതായത് പ്രത്യേകിച്ച് കേരളത്തിലെ ജനങ്ങളെങ്കിലും തെരഞ്ഞെടുത്ത് അയക്കാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്നും ഇങ്ങനെയുള്ള ചെറ്റത്തരങ്ങൾക്ക് കൂട്ടുനിൽക്കരുതെന്നും നമ്മുടെ രാജ്യത്തിന്റെ പാരമ്പര്യം, നമ്മുടെ രാജ്യത്തിന്റെ പഴയ സംസ്കാരമായിരുന്നാലും ശരി, നമ്മുടെ പഴയ നയപരിപാടികളായിരുന്നാലും ശരി, പഴയ വിദേശ നയമായിരുന്നാലും ശരി, നമ്മളാണ് തീരുമാനിക്കുന്നത്. അല്ല ട്രംപ് അമേരിക്കയിൽ ഇരുന്നല്ല നമ്മുടെ കാര്യങ്ങൾ തീരുമാനിക്കണം. നമ്മൾ എന്ത് ആഹാരം കഴിക്കണമെന്നും നമ്മൾ ഏത് രാജ്യത്ത് നിന്ന് എന്തെല്ലാം സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുന്നത് നമ്മളാണ്, ഇന്ത്യക്കാരാണ് തീരുമാനിക്കുക. അല്ല ട്രംപ് അല്ല, അമേരിക്കക്കാരനല്ല. അമേരിക്കന്റെ പണ്ട് പിന്നെ ബ്രിട്ടീഷുകാരന്റെ ചെരുപ്പ് നക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പോയി അമേരിക്കക്കാരന്റെ യഹൂദന്റെയും ചെരുപ്പ് നക്കുന്ന ഇതിൽ നിന്ന് മോഡിയും സംഘപരിവാർ ശക്തികളും പിന്മാറണമെന്നാണ് ഇന്ത്യയിലെ ജനങ്ങൾക്കെല്ലാം പറയാനുള്ളത്. തൽക്കാലം ഞാൻ നിർത്തുകയാണ്. ജയ് ഹിന്ദ്, ജയ് ഭാരത്.